Namaste children, hope all are fine. Welcome back once again. We are back with a new session of our online class. What we studied in the previous class, do you remember that? We studied Hrasu Uki Matra and one lesson based on Uki Matra. Right? Did you understand that all? Did you read the lesson? Is there any doubt? While reading, any doubt you have felt? Today we are going to learn the next swara. Next swara and Swaroruski Matra. Which is the next one? Which letter comes? Swaradhwani comes after U. ഏത് സ്വരധ്വനിയാണ് ഉ എന്ന സ്വരത്തിന് ശേഷം വരുന്നത്? ദീർഘമായിട്ടുള്ള ഉ. Isn't it? We are going to learn Dirgha Uki Matra and one lesson based on that, the same way we studied in the previous class. So, what do you want to do? Did you take all your text, notebook, Hindi text, Hindi text, notebook, pencil, everything? Those who didn't take, they take it fast and keep it your side. When I tell to open the text, then only open the text. Yes, we are going to continue our class. I written here U ki matra. U, Swaradhwani U or U ki matra. This way we are writing. First U ki matra we are writing this way. And Dirgha U ki matra we are writing a little stretched way we are writing this. This ending in a limit. And this is not ending. Ooh, we can stretch it unlimited. So, I hope you all understood this U ki matra or U ki matra chinna. And we will see the words using this matra. First, I am going to write the words using Swaradhwani U. അതായത് ഉ എന്നുള്ള സ്വരധ്വനിയിൽ തുടങ്ങുന്ന ഒരു വാക്ക് എങ്ങനെയാണ് എഴുതുന്നത് നോക്കാം നമുക്ക്. ഫസ്റ്റ് വേർഡ് ഊന്. ഊൻ മീൻസ് വൂൾ. ഊൻ മീൻസ് വൂൾ. Next word ood. Ood Bilal is the full name. Ood means it's an animal, otter. Ood, otter. See these two words. Here we are not using the matra chinna. We are using the swaradhwani. നമ്മൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന മാത്ര ചിഹ്നമല്ല. ഉ എന്ന സ്വരധ്വനിയുടെ മാത്രമല്ല. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഉ എന്നുള്ള സ്വരാക്ഷരം തന്നെയാണ്. അപ്പോൾ സ്വരാക്ഷരം ആദ്യമാണ് വരുന്നതെങ്കിൽ, നമ്മുടെ ഉച്ചാരണത്തിൽ ആദ്യമാണ്, ഒരു വാക്കിൽ ആദ്യമാണ് നമുക്കത് പറയേണ്ടതെങ്കിൽ ആ സ്വരധ്വനി, ഏത് സ്വരധ്വനി ആയാലും ആ സ്വരധ്വനി ആദ്യം അതേപടി തന്നെയാണ് എഴുതുന്നത്. നേരെ മറിച്ച് ഒരു വാക്കിലാണ് അത് ഉപയോഗിക്കുന്നതെങ്കിൽ അതിന്റെ ചിഹ്നമായിട്ട്, അതിന് വ്യഞ്ജനാക്ഷരത്തിന്റെ കൂടെ അത് ഉപയോഗിക്കുമ്പോൾ അത് നമ്മൾ അതിന്റെ മാത്ര ചിഹ്നമാണ് ഉപയോഗിക്കുന്നത്. Come and let's see the next words. First word is Suraj. First word is Suraj means sun. ഏത് അക്ഷരത്തിന്റെ കൂടെയാണ് സ്വര മാത്ര ചിഹ്നം? ഉ എന്ന സ്വരത്തിന്റെ മാത്ര ചിഹ്നം സ എന്ന വ്യഞ്ജനാക്ഷരത്തിന്റെ കൂടെയാണ്. സ, ഉ, സു, ര, ആ, ര. ഇതിന്റെ കൂടെ ആ എന്നുള്ള സ്വരധ്വനി ഉണ്ട്, ഹ്രസ്വമായിട്ടുള്ള. അതുകൊണ്ടാണ് ര എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. നെക്സ്റ്റ് ജ. സൂരജ്. ഇത് ആ വ്യഞ്ജനാക്ഷരത്തിന്റെ കൂടെ ആ എന്നുള്ള സ്വരധ്വനി ഉണ്ട് എങ്കിലും ആധ വ്യഞ്ജനായിട്ടാണ്, പകുതിയാണ് ആ സ്വരത്തിന് നമ്മൾ പറയുകയുള്ളൂ. അതുകൊണ്ട് സൂരജ് എന്ന സൂരജ എന്ന് വായിക്കരുത്, സൂരജ് എന്ന് വായിക്കുന്നു.
Suraj means sun. Next word, cha. Letter cha. ചയുടെ കൂടെ സ്വരധ്വനി ഉ എന്നത് വരുമ്പോൾ ചൂ. Then chuha. Chuha means mouse. Chuha, mouse. ച് ച് ഊ. ഇതിന്റെ കൂടെ എങ്ങനെയാണ് വായിക്കുന്നത്? ചയുടെ കൂടെ ഊക്കി മാത്ര ച ഊ ചൂ. Then ഹ ഹ ചൂഹ. ഇവിടെ എൻഡിങ്ങില് ദീർഘമായിട്ടുള്ള ആ എന്നുള്ള സ്വരത്തിന്റെ മാത്ര ചിഹ്നം വരുന്നത് നമ്മൾ പഠിച്ചത് ആദ്യത്തെ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചു. ഹ ആ ഹ ചൂഹ. എങ്ങനെയാണ് വായിക്കുന്നത്? ചൂഹ. ചൂഹ മീൻസ് mouse. Did you get this? And you write this 2 words to the notebook. Next word is sui, needle. Sa su sui. Su e we are writing e. ഇവിടെ മാത്രമല്ല ഈ എന്നുള്ള സ്വരധ്വനി തന്നെയാണ്. സൂയി വായിക്കുന്നത് സൂയി മീൻസ് നീഡിൽ. സൂ പ്ലസ് ഇ. സൂ പ്ലസ് ഇ സൂയി. The next one, cha chu chudi. Chudi means bangle. Chudi means bangle. Once again I'll write. Chudi means bangle. Vala. Needle means a suji. Bangle, vala. Chu D. ഈ ഡോട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് വേറെ ഒന്നുമല്ല, ഇതിനെ ഒരു സ്ട്രെസ് കൊടുക്കുന്നത് കുറയ്ക്കാൻ. ഈ ഒരു ലെറ്റർ നമ്മൾ പറയുമ്പോൾ ഡ എന്നാണ് പറയുന്നത്. ആ ഡ എന്ന് പറയുന്നതിന്റെ ഫുൾ സ്ട്രെസ് നമുക്ക് ഇവിടെ കൊടുക്കാതിരിക്കാനാണ് ആ ഡോട്ട് ഉപയോഗിക്കുന്നത്. ചൂടി ഒരു റിലാക്സ്ഡ് ആയിട്ടാണ് അവിടെ പറയുന്നത്. ചൂടി പറയണ്ട, ചൂടി എന്നുള്ളത് പറയാം. ചൂടി മീൻസ് ബാങ്കിൾ. ചൂടി ബാങ്കിൾ. Okay, I hope you all understood this. Then next we want to write the letters su, then sa, u, su, then chu, which are words we studied, and some more words you can add to here. Su say സൂ എന്ന അക്ഷരം വെച്ചിട്ടുള്ള വാക്ക് നമ്മൾ പഠിച്ചത് ഏതാണ്? സൂരജ്. സൂരജ്, സൂരജ്. നെക്സ്റ്റ് വേർഡ് സൂയി. സൂയി. രണ്ട് വാക്കുകൾ നമ്മൾ സൂ വെച്ചിട്ടുള്ളത് പഠിച്ചു. ചൂ വെച്ചിട്ട് പഠിച്ചത് ഫസ്റ്റ് വേർഡ് ഏതാ പഠിച്ചത്? ചൂഹ. Chuha. The next word chudi. Suraj means sun. Sui means needle. Chuha mouse. Chudi bangle. Chudi means bangle.
and you have to write this 4 words onto your notebook. Now we will see a lesson using U की मात्रा. Come to page number 30. Part 5. Natkhat Jhaptu. Natkhat means naughty. Jhaptu, the name of a mouse. नटखट झपटू. ऊ की मात्रा का अभ्यास. एक चूहा था झपटू. झपटू बहुत ही नटखट था. दिन भर कूदता रहता, कभी ज़मीन पर कभी खाट पर. उस खाट पर ऊन पड़ी थी. झपटू सीधा ऊन पर आ गिरा. खूब उछल कूद हुई. ऊन का धागा पूरा खुल गया. धागा झपटू पर लिपट गया. झपटू पर ऊन ही ऊन थी. झपटू ऊन का धागा न कुतर पाया. वह चीखा, बचाओ बचाओ. चूहिया और चूहा माता पिता बाहर आए. पिता आवाज़ सुनकर झपटू की ओर गए. कुट 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 सारी ऊन कुतर दी. नटखट झपटू बाहर निकल आया. झपटू ही कर रहा था. We will see the meaning. एक चूहा था झपटू. Once a mouse was there named Jhaptu. Once there lived a mouse. His name was Jhaptu. What was his name? Jhaptu. Jhapatna means to rush. He's always rushing very fast. That's why his name is Jhaptu. Whose name was that? Jhaptu? A mouse. झपटू बहुत ही नटखट था. नटखट naughty. He was very naughty. झपटू was very naughty. दिन भर कूदता रहता. And all through the day he jumped and rushed everywhere. दिन भर means full day. कूदना means to jump, bounce or jump. कभी ज़मीन पर, sometimes he jumped onto floor. कभी खाट पर. खाट means cot. He jumped onto cot. उस खाट पर ऊन पड़ी थी. What was on that cot? There was a woolen, a bundle of woolen thread was there on that cot. झपटू सीधा उन पर आ गिरा. What happened then? Jhaptu सीधा directly he jumped and fell on that woolen thread. खूब उछल कूद हुई. And he jumped and hopped, jumped and bounced very much. ऊन का धागा पूरा खुल गया. And then what happened? That woolen thread opened, fully opened. धागा झपटू पर लिपट गया. And this woolen thread rolled him, and this woolen thread clung on his body. झपटू पर ऊन ही ऊन थी. And there was this woolen thread was on his whole body. There was only woolen thread. Then what happened? झपटू ऊन का धागा न कुतर पाया. He couldn't nibble the woolen thread. Then he shouted. चीखा means चीखना, shout was चीखा. He shouted, बचाओ बचाओ. बचाना means to save. Save me, save me. He shouted. Somebody commands, save me.
चूहिया और चूहा बाहर आए. माता पिता, झपटू की माता पिता बाहर आ गए. By hearing his crying, his voice, louder voice, his shouting, who came out? Chuhia or Chuha. Chuhia means female mouse and Chuha male mouse. His mother mouse and father mouse came to save him. What we call mother mouse and father mouse, buck and doe. You know that? Buck and doe. पिता आवाज़ सुनकर झपटू की ओर गए. And on to that side where from the crying sound is coming. Japtu is crying for help. And hearing his voice, his father mouse gone to that side. He gone to Japtu. Kut. The nibbling voice. Saariun kutardi. And his mother and father nibbled all the woolen thread. Nutcut Japtu bahar nikal aaya. And he came out of that woolen thread. Japtu he kar raha tha. And he was crying, he. If that E ki matra on left side, it will read as he. That shows the laughing. And then now here it's on the right side. Means he. When we are making this voice, when somebody is crying, he sound is coming out, isn't it? He was crying. By seeing his parents, his mother and father, he was crying. Understood? I'll tell the Malayalam meaning too. Nutcut, Japtu. Naughty, ജപ്റ്റു. വികൃതിയായ ജപ്റ്റു. ജപ്റ്റു എന്ന് പേര് വരാനായിട്ട് കാരണം അവൻ്റെ സ്വഭാവമാണ്. അവനുണ്ട് ഏത് സമയവും എല്ലായിടത്തും ചാടി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചാടി നടക്കുന്നതുകൊണ്ടാണ് അവന് ജപ്റ്റു എന്ന് പേര് വന്നത്. കുതിച്ച് ചാടുന്നതിനാണ് ജപ്റ്റു എന്ന് ജപട്ന എന്ന് പറയുന്നത്. അതിൽ നിന്നാണ് ജപ്റ്റു എന്നവന് പേര് വന്നത്. അപ്പോൾ നമുക്ക് ഈ പാഠത്തിൽ ഊക്കി മാത്ര ഏതെല്ലാം വാക്കുകളിലുണ്ടെന്ന് ഒന്ന് നോക്കാം. ആ പാഠത്തിൽ നല്ലൊരു കഥയിലൂടെ ആ ഊ എന്ന മാത്രാചിഹ്നം, അതിൻ്റെ മാത്രാചിഹ്നം, സ്വരത്തിൻ്റെ മാത്രാചിഹ്നം നമുക്ക് പരിചയപ്പെടുത്തി തരുന്നതാണ്. അപ്പോൾ ഒരു കഥയും കേൾക്കാം, നമുക്ക് ഊ എന്നതിൻ്റെ മാത്രാചിഹ്നവും പഠിക്കാം. ഓക്കെ, ലിസൺ ദർ. ഏക് ചൂഹ ധാ ജപ്റ്റു. ഒരു എലിക്കുഞ്ഞുണ്ടായിരുന്നു. അവൻ്റെ പേരാണ് ജപ്റ്റു. ജപ്റ്റു ബഹോത് ഈ നട്കഡ് ഥാ. അവൻ മഹാവികൃതിയായിരുന്നു. നട്കഡ് മീൻസ് വികൃതി. അവൻ വളരെ വികൃതിയായ ഒരു എലിക്കുഞ്ഞായിരുന്നു. ദിൻഭർ കൂതുത്താ രഹത്താ. ദിവസം മുഴുവനും അവൻ ഇങ്ങോട്ടും അങ്ങോട്ടുമെല്ലാം ചാടി ഓരോ സ്ഥലത്തും ചാടി കയറും ഇറങ്ങും. അങ്ങനെ ദിവസവും കളിക്കുമായിരുന്നു. കഭി ജമീൻ പർ കഭി ഘാട്ട് പർ. എവിടെയെല്ലാമാണ് അവൻ ചാടി കയറിയിരുന്നത്? ചിലപ്പോൾ അവൻ തറയിലേക്ക് ചാടും, ചിലപ്പോൾ ഘാട്ട് മീൻസ് കോട്ട്, കട്ടിലിൽ ചാടി കയറും. ഉസ് ഘാട്ട് പർ ഊൻ പടി തി. അവനെ ഒരു ദിവസം ഒരു കട്ടിലിലേക്ക് ചാടി കയറിയതും ആ കട്ടിലിൽ ഊൻ മീൻസ് ബണ്ടിൽ ഓഫ് വുളൻ. നമ്മൾ വുളൻ ക്ലോത്തൊക്കെ തുന്നുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന വുളൻ ത്രെഡാണ്. അതിൻ്റെ ഒരു റോള് ആ കട്ടിലിൽ കിടക്കുന്നുണ്ടായിരുന്നു. ജപ്റ്റു സീധ ഊൻ പർ ആഗിര. ജപ്റ്റു ചാടിയതും നേരെ ആ നൂലിന് മുകളിലേക്കാണ് വന്നു വീണത്. ഗിർന വീഴുക. സീധ മീൻസ് ഡയറക്റ്റ്ലി, നേരെ ആ നൂലിലാണ് വന്നു വീണത്. ഖൂബ് ഉച്ചൽ കൂത് ഹുയി. അവൻ വളരെ ചാടുകയും അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള എല്ലാ പരിശ്രമവും നടത്തി. ഉച്ചൽ കൂതു. ഉച്ചൽന മീൻസ് കുതിച്ച് ചാടുക, കൂതുന മീൻസ് ബൗൺസ്, ചാടുക, ജമ്പ്, അതൊക്കെയാണ് മീനിങ്. ഊൻ കാ ധാഗ പൂരാ ഖുൽ ഗയ. ആ ഊനിൻ്റെ ആ കെട്ട്, ആ വുളൻ ത്രെഡിൻ്റെ കെട്ട് അഴിഞ്ഞ് എല്ലാ നൂലും പുറത്തേക്ക് വന്നു. ധാഗ ജപ്റ്റു പർ ലിപ്പട്ട് ഗയ. അപ്പോൾ എന്ത് പറ്റി? ആ
ആ നൂല് മുഴുവൻ झपटुവിൻ്റെ ദേഹത്ത് മുഴുവൻ ചുറ്റി. झपटू पर ऊन ही ऊन थी. झपटुവിൻ്റെ ശരീരത്ത് ആ നൂല് മാത്രം കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. झपटूവിനെ കാണാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അവൻ്റെ ശരീരം മുഴുവനും ആ നൂല് കവർ ചെയ്തു, മുഴുവനും ചുറ്റി. झपटू उनका धागा न कुतर पाया. അവന് ആ വുളൻ ത്രെഡ്, കമ്പിളിയുടെ നൂല് അവന് കരണ്ട് മുറിക്കാൻ കഴിഞ്ഞില്ല. വിച്ച് വേ ദ റാറ്റ് സ്ക്വിറൽസ് ആർ കട്ടിങ് വൺ ത്രെഡ് ആൻഡ് ഓൾ? നിബ്ലിങ്, കുത്തർന, നിബ്ലിങ്, ദാറ്റ് വേർഡ്. കുത്തർപ്പായ മീൻസ് ഹി കുഡിയൻ നിബിൾ. അവന് മുറിക്കാൻ കഴിഞ്ഞില്ല. അവൻ്റെ പല്ലുകൾ കൊണ്ട് കാരി മുറിക്കാനായിട്ട് കഴിഞ്ഞില്ല. ചീക്ക, ചീക്കന മീൻസ് ഉച്ചത്തിൽ കരയുക. ബച്ചാവോ ബച്ചാവോ, രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് ഉറക്കെ കരഞ്ഞു. ചുഹിയാർ ചൂഹ മാതാപിത ബഹരായേ. അപ്പോൾ അവൻ്റെ അച്ഛനും അമ്മയും ഈ കരച്ചിൽ കേട്ടു. ചുഹിയ ഓർ ചൂഹ. ചുഹിയ മീൻസ് പെണ്ണെലിയാണ്, ചൂഹ ആണെലി. അവർ രണ്ടുപേരും ഈ സൗണ്ട് കേട്ട് പുറത്തിറങ്ങി വന്നു. പിത ആവാസ് സുൻകർ झपटू की ओर गए. അച്ഛൻ ആവാസ് മീൻസ് ശബ്ദം, സുൻകർ കേട്ട്, ഈ ശബ്ദം, അവൻ്റെ കരച്ചിൽ ശബ്ദം കേട്ട് അച്ഛൻ झपटूവിൻ്റെ നേരെ ചെന്നു. झपटू की ओर गए മീൻസ് झपटूവിൻ്റെ നേരേക്ക് പോയി. അവൻ എവിടെ നിന്നാണോ കരയുന്നത് അവിടേക്ക് പോയി. കുട്ട് 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 എന്ന് കരികരിക്കരോന്ന് സാരി ഊൻ കുത്തർതി. എല്ലാ നൂലും അച്ഛൻ കാരി മുറിച്ചു. നട്ഖട്ട് झपटू ബാഹർ നിക്കലായ. വികൃതിയായ झपटू പുറത്തേക്ക് വന്നു. झपटू ഹീ ഹീ കർ രഹാ ഥാ. അവനുണ്ട് ഹീ ഹീ എന്ന് കരഞ്ഞ് കൊണ്ട് അവൻ പുറത്തേക്ക് വന്നു. ഐ ഹോപ്പ് ഓൾ അണ്ടർസ്റ്റുഡ് അപ് ടു ഹിയർ. നെക്സ്റ്റ് വൺ, बोल बोल कर पढ़ो. कुर्ता, पुल, बटुआ, झुलाना, कछुआ, सूरज, फूल, झूला, खरबूजा, जूता. बोल बोल कर पढ़ो. റീഡ് ലൗഡ്. ഇത് നന്നായിട്ട് വായിച്ച് പഠിക്കാനുള്ളതാണ്. കുർത്ത, this word we studied. Kurta, what's the meaning? Tell that. Kurta, shirt. Pull, bridge. Batua means purse. You didn't study this word. Batua, purse, where we are keeping money and all. Purse. Jhulana, to swing. Kachua is tortoise. सूरज, सन. फूल, फ्लावर. झूला, स्विंग. खरबूजा, मस्कमेलन. जूता, शू. अब लिखो. हियर ऊ की मात्रा और ऊ की मात्रा गिवन. ഒരു വ്യഞ്ജന ധ്വനിയുടെ ഊക്കി മാത്രയും ചേർന്നുള്ള രൂപം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് അതിന് ഡോട്ട് ഇട്ടാണ് കൊടുത്തിരിക്കുന്നത്. യു റൈറ്റ് ഓൺ ദാറ്റ് ഡോട്ട് ആൻഡ് ഫിൽ ദാറ്റ്. ഓക്കെ. സ, സു, ഊക്കി മാത്ര സു, സ് ഉ സു, സ് ഊ സു. ദെൻ ച, ചി ഉ ചു, ചി ഊ ചു. മ, മ ഉ മു, म ऊ मू. Next one, abhyas. We will see the abhyas exercise portion of this lesson. Come to page number 32. इनके जवाब लिखो and write the answers of these all questions. Some questions given there, you have to write the answers. का, झपटू कैसा चूहा था? And which kind of a rat was झपटू? झपटू चूहा बहुत नटखट था. The answer is given there. झपटू, the
little mouse, Japtu was very naughty. Then next one, ऊन कहाँ पड़ी थी? Where was the woolen thread? ऊन, where was that? ഘാട്ട് पर പടി थी. എവിടെയായിരുന്നു ഊൻ നൂല് കിടന്നിരുന്നത്? കട്ടിലിൽ. ഘാട്ട് पर. Write that word, select from the text or lesson and write over there. Then next one, झपटू को पिता ने कैसे बाहर निकाला? झपटूവിനെ എങ്ങനെയാണ് അച്ഛൻ പുറത്തിറക്കിയത്? How his father mouse saved him and how he could get out of the woolen thread. पिता ने ऊन कुतर कर झपटू को बाहर निकाला. His father nibbled the woolen thread. Then he set him free from the woolen thread. पढ़ो और सुनो. Read and listen. That you have to read that and listen. उ की मात्रा और उ की मात्रा. The letters are same, but स्वर की मात्रा is changing there. झूला, झ उ, झूला, झूला. भुना, भूना. चुना, चूना. सुर, सूरज. Then बोल बोल कर पढ़ो. Read aloud. ഇതുറക്കെ വായിച്ച് പഠിക്കാനുള്ളതാണ്. നന്നായിട്ട് വായിച്ച് പഠിക്കുക. ഉച്ചൽന, ഉലജ്ന. ഊൻ, ഊത്. കുത്തർന, जामुन, सूरज, सुई. उछलना means to bounce. उलझना to tangle. ऊन means thread, woolen thread. ऊद otter. कुतरना to nibble. जामुन rose apple. सूरज sun. सुई needle. I hope you all understood up to here. If you have any doubt, you check the video once again and you will get it from there. Okay. And all write and study very well. All of you must read the text very well. And this story is given for you to read that lesson. And write the words using this onto your notebook. നമ്മുടെ സ്വരധ്വനി പഠിച്ചത് ഇപ്പോൾ ഊക്കി മാത്രയാണ്. അപ്പം രണ്ടിൻ്റെയും സ്വരധ്വനി ഉപയോഗിച്ച് വരുന്ന വാക്കുകൾ, മീനിങ്, ടഫ് വേർഡ്സ് മീനിങ് നമ്മൾ എഴുതി. അപ്പോൾ അത് ഊക്കി മാത്രം ഉപയോഗിച്ച് വരുന്നതും നോട്ട്ബുക്കിൽ എഴുതുക. അതിനുശേഷം നമുക്കതൊരു അസൈൻമെൻ്റ് ആയിട്ട് ചെയ്യാം. പിന്നീട് അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ചെയ്യാം. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് അത് നന്നായിട്ട് എഴുതുക. റഫ് ബുക്കിൽ നന്നായിട്ട് എഴുതി പഠിക്കുക. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും മീനിങ്സ് ഇത്തിരി അധികമുണ്ട്. എന്നാലും നിങ്ങൾക്ക് ആ പാഠം നന്നായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഏതായാലും ഇങ്ങനെ നമുക്ക് കൂടുതൽ സമയം കിട്ടുന്നുണ്ട് നമുക്ക് ഇരുന്ന് പഠിക്കാനൊക്കെ. അപ്പോൾ വീട്ടിലിരുന്ന് എല്ലാ സമയവും എഴുതി പഠിക്കാനായിട്ട് മിസ് പറയില്ല. നിങ്ങൾക്ക് കിട്ടുന്ന സമയത്ത് we must have the interest to study which way it's pronouncing. If you have the interest to learn how to speak Hindi, of course you will follow this all. So ഇത് നിങ്ങൾക്ക് ഹിന്ദി ഹിന്ദി സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഈ വേർഡ്സ് എല്ലാം നന്നായിട്ട് പഠിക്കണം. അപ്പോൾ ഇത്തിരി എഫേർട്ട് എടുക്കണം. അപ്പോൾ എല്ലാം എഴുതി പഠിച്ചില്ലെങ്കിലും അത് പ്രൊനൗൺസിയേഷൻ നല്ല ക്ലിയർ ആയിട്ട് അപ്പോൾ എഴുതി വെച്ച് നന്നായിട്ട് പഠിക്കുക. Now it's time to wind up today's session. We will meet in the next class with the rest of the same lesson. Till then, stay at home safe and take care. Bye.